എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ പാവയ്ക്ക അച്ചാറാണ്. ഈ ഒരു പാവയ്ക്ക അച്ചാർ മാത്രം മതിയാകും വയറ് നിറയെ ചോറുണ്ണാനായിട്ടും. പാവയ്ക്ക അച്ചാർ തയ്യാറാക്കി എടുക്കുമ്പോൾ കയ്പ് കുറക്കുന്നതിനും ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാനും വേണ്ടിയിട്ട് പച്ചയോടുകൂടി തന്നെയാണ് അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത്. പച്ചയായിട്ട് തന്നെ തയ്യാറാക്കി കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാക്കുന്ന അന്ന് തന്നെ കഴിക്കാനും പറ്റുന്നതാണ്. പാവയ്ക്കയുടെ ഒപ്പം തന്നെ 2 മാങ്ങയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ അച്ചാർ രുചികരമാക്കുന്നത്. അപ്പോൾ നല്ലൊരു പാവയ്ക്ക അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ പാവയ്ക്ക മാങ്ങ അച്ചാറാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 600 ഗ്രാം അളവിൽ പാവയ്ക്കയും 2 മാങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ 300 ഗ്രാം അളവുണ്ട്. ഇനി പാവയ്ക്ക നല്ല പോലെ കഴുകിയതിന് ശേഷം ഇതിന്റെ വെള്ളമെല്ലാം തുടച്ചിട്ട് ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ മാങ്ങയും കയ്പുള്ളതാണെങ്കിൽ ഇതിന്റെ തോല് കളയണം, ഇല്ലാത്തതാണെങ്കിൽ തോല് കളയേണ്ട ആവശ്യവുമില്ല. ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പാവയ്ക്കയും മാങ്ങയും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങ ഇതുപോലെ തോലെല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ. തോലിന് കയ്പുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തോലെല്ലാം കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ പാവയ്ക്ക ആവട്ടെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അച്ചാറിന് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയും മാങ്ങയും ഒക്കെ നല്ലപോലെ ഒന്ന് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പാവയ്ക്കയും മാങ്ങയും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഇനി ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 150 ഗ്രാം അളവിലാണ് നല്ലെണ്ണ ആവശ്യമായിട്ടുള്ളത്. കുറഞ്ഞ അളവിലാണ് നിങ്ങൾ അച്ചാർ തയ്യാറാക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് കടുക് ചേർക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 150 ഗ്രാം അളവില് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷമാണ് 150 ഗ്രാം അളവുള്ളത്. കടുക് ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് കെട്ടിയത് കൂടി ചേർക്കാം. വറ്റൽ മുളക് ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടണം. അതുപോലെ നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്, മുഴുവനായിട്ട് തന്നെയാണ് വെളുത്തുള്ളി ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇഞ്ചി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ഇഞ്ചിയും ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഒന്ന് പൊടിയായി കട്ട് ചെയ്തിട്ട് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ 3 ടീസ്പൂൺ അളവിൽ കടുക്, ഉലുവ, കായം ഇവ ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. 3 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ മതിയാകും. ഓവറായിട്ട് ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മളിന്നിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് 600 ഗ്രാം അളവില് പാവയ്ക്കയും 300 ഗ്രാം അളവില് മാങ്ങയുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ കുറഞ്ഞ അളവിലാണ് അച്ചാർ തയ്യാറാക്കുന്നതെങ്കിൽ ഇത്രയും തന്നെ ചേരുവകൾ ചേർക്കേണ്ട ആവശ്യവും വരുന്നില്ല. വെളുത്തുള്ളിയുടെ കളറ് ഇതുപോലെ പാകമായാൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം 200 മില്ലി അളവില് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് വെള്ളമാണ്. വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ അളവില് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ 1 സ്പൂൺ അളവില് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു വെള്ളത്തിന്റെ ചൂടാറിയിട്ടാണ് നമുക്ക് അച്ചാറിലേക്ക് ചേർക്കേണ്ടതും. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. അങ്ങനെ നമ്മുടെ മാങ്ങയും പാവയ്ക്കയും ഉപ്പ് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കിയപ്പോൾ പാവയ്ക്കയിൽ ധാരാളം വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുരിയിച്ച് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർക്കാം.
ഇപ്പോൾ ഇതിന്റെ ചൂടൊക്കെ ആറി വന്നതിന് ശേഷമാണ് ചേർക്കുന്നത്. മസാല ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മളിന്ന് പാവയ്ക്ക അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് വേവിച്ചൊക്കെ ഒന്നും എടുക്കാതെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന താമസമേ ഉള്ളൂ. അച്ചാർ ഉണ്ടാക്കാൻ നേരത്തെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ നല്ലതുപോലെ വെള്ളമയൊക്കെ മാറ്റിയതായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മളിവിടെ നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ഈ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന്റെ ചൂട് ആറിയതിന് ശേഷമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. 300 മില്ലി വെള്ളമാണ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും കുറഞ്ഞ അളവിൽ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ ബാക്കിയുള്ളത് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ഇല്ലാത്ത സമയത്ത് വയർ നിറച്ച് ചോറുണ്ണാനായിട്ട് പാവക്കച്ചാർ മാത്രം മതിയാകും. ഇപ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ്. നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മൊത്തം 300 മില്ലി വെള്ളവും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദേറിയ പാവയ്ക്ക മാങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ്. ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷമാണ് നമുക്കിത് കുപ്പിയിലേക്ക് ആക്കേണ്ടതും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു അച്ചാറാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അച്ചാറിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ പറയാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.